നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഫൈനലിലേക്ക് എത്തിയത് ഇൻ്റർ മിലാനും PSG ആണല്ലോ. ഇപ്പോൾ അതിൻ്റെ ബേസിലുള്ള ടീം ഓഫ് ദി വീക്ക് യുവേഫ പുറത്തുവിട്ടപ്പോൾ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു ടീമിൽ നിന്ന് ആരുമില്ല. ആഴ്സണലിൽ നിന്ന് ഒരു കളിക്കാരൻ പോലും ഈ ടീം ഓഫ് ദി വീക്കിലില്ല. ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ഇൻ്ററിൽ നിന്ന് 4 താരങ്ങളുണ്ട്. മറ്റൊരു ഫൈനലിസ്റ്റുകളായ PSG നിന്ന് 4 താരങ്ങളുണ്ട്. എന്നാൽ സെമി പുറത്തായ ബാഴ്സലോണയിൽ നിന്ന് 3 താരങ്ങളുണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഒരു സെമി ഫൈനലിസ്റ്റുകളായ ആഴ്സണലിൽ നിന്ന് ആരുമില്ല. എന്നാൽ ബാഴ്സ തോറ്റുപുറത്തായ ടീമുകളിലൊന്ന് ബാഴ്സ, അവരിൽ നിന്ന് 3 താരങ്ങളുണ്ട്. നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ബാഴ്സയിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നത്. ജെറാർഡ് മാർട്ടിനും ഫ്രങ്കി ഡിയോങ്ങും യമാലും ബാഴ്സലോണ പ്രതിനിധികളായിട്ട് ഈ ടീം ഓഫ് ദി വീക്കിലുണ്ട്. അതേസമയം യാൻ സോമറും അസർബിയും ബഡല്ലയും പിന്നെ ലൗറ്ററോയും ഇൻ്റർ മിലാനിൻ്റെ പ്രതിനിധികളായിട്ട് ഇതിലുണ്ട്. ക്വിച്ചാ ക്വാറസ്കേലിയ, അതുപോലെ ഫാബിയൻ റൂയിസ്, പിന്നെ മാർക്കിഞ്ഞോസ്, ഹക്കീമി എന്നിവർ PSG പ്രതിനിധികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ടീം ഓഫ് ദി വീക്ക് ഒന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് യാൻ സോമറാണ്. ഡിഫൻസിൽ ജെറാർഡ് മാർട്ടിനും അസർബിയും മാർക്കിഞ്ഞോസും ഹക്കീമിയും. മധ്യനിരയിൽ ബരല്ലയും ഡിയോങ്ങും ഫാബിയൻ റൂയിസും. മുന്നേറ്റത്തിൽ ക്വിച്ചാ ക്വാറസ്കേലിയയും ലൗറ്ററോയും യമാലും. എന്തായാലും ഇതിൽ സെമി തോറ്റ 2 ടീമുകൾ ബാഴ്സയും ആഴ്സണലും. അതിൽ ആഴ്സണലിൽ നിന്ന് ആരുമില്ല, ബാഴ്സയിൽ നിന്ന് 3 പേരുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.